ഏതൊരു കേസ് വെൽക്കം ബാക്ക് ടു ട്രേഡിംഗ് ലോജിക്സ്. നമ്മളിന്ന് ട്രേഡ് എടുത്തത് കാനറ ബാങ്കിലായിരുന്നു കേട്ടോ. കാനറ ബാങ്കിൻ്റെ ട്രേഡ് എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ അപ്പ് സൈഡ് ഡൗൺ സൈഡ് മൊമെൻറ്റം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു പരിപാടി പറഞ്ഞുതരാം. അതായത് മാർക്കറ്റ് കുറേ ദിവസത്തിലെ അപ് ട്രെൻഡിന് ശേഷം മാർക്കറ്റ് ഇപ്പോൾ കൺസോൾട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ ആ ഒരു ഏരിയയിൽ തൊട്ട് പ്രീവിയസ് ഡേയിലെ ക്യാൻഡിൽസിൻ്റെ ലോ നോക്കാം. 1 2 3 4 കണ്ടോ, ഈ ക്യാൻഡിലിൻ്റെ ലോ വന്നിട്ട് ടക്കനെ അങ്ങ് മുകളിലോട്ട് പോയതുണ്ടോ. അപ്പോൾ ഒരു ബൈയിങ് മൊമെൻറ്റം നമുക്കിവിടെ ഈ ഒരു പ്ലേസിൽ നമുക്ക് ആക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കാം. സോ നെക്സ്റ്റ് ഡേ ഇന്നലെയും നമുക്ക് ഒരു ക്യാൻഡിലിൻ്റെ ലോ അവിടെ ഒരു ആക്ടിവേഷൻ തന്ന് നമുക്ക് ക്യാൻഡിൽസിൽ നല്ല രീതിക്ക് ഒരു ബൈയിങ് മൊമെൻറ്റം നമുക്ക് ഈ ഒരു ലോയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോയി. ദോ ഇറ്റ് ഈസ് നെഗറ്റീവ് ക്യാൻഡിൽ. എന്നിട്ട് പ്രീവിയസ് ഡേയിലുള്ള 2 ക്യാൻഡിൽസിൻ്റെ വോളിയം നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഇതുണ്ട്, ഡിക്രീസിങ് ലോസ് എന്ന് പറയുന്നൊരു പാറ്റേൺ ആണ് ഇവിടെ ഫോം ആയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പ്രോബബിലിറ്റി ഒരു മാർക്കറ്റ് അപ്സൈഡ് പോകാനായിരുന്നു. പക്ഷെ നമ്മളിന്ന് ടാർഗറ്റ് കൊടുത്തിരുന്നത് 1:6 ആയിരുന്നു. പക്ഷേ മാർക്കറ്റിന് മൂവ്മെൻറ്റ്സ് ഭയങ്കര കുറവായിരുന്നു കേട്ടോ. നമ്മൾ രാവിലെ തന്നെ ട്രേഡ് എടുത്തതായിട്ട് ഓർഡർ ബുക്കിലോട്ട് പോവാം. ഇതേ നമ്മൾ രാവിലെ ഇവിടെ എത്ര ട്രേഡ് എടുത്തേ, നമ്മൾ രാവിലെ 10 മണിക്ക് ആയപ്പോഴേക്കും നമ്മൾ ട്രേഡ് എടുത്തു കേട്ടോ. 10 മണി 10:40 ആയപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തു. ഏറ്റവും എക്സിറ്റ് ആയത് നമ്മൾ 2:43 ആയപ്പോഴും എക്സിറ്റായി. അപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് കിട്ടിയുള്ളൂ. നമ്മൾ ഇന്ന് ട്രേഡ് എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് നോക്കുമ്പോഴാണെങ്കിൽ 6,976 ക്വാണ്ടിറ്റി, 3,000 രൂപയാണ് പെർ ഡേ റിസ്ക് ഞാൻ വച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ആകെ ഇത്ര അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ കേട്ടോ. നമുക്ക് 114 നമ്മൾ സെല്ല് കൊടുത്തിരുന്നത്. അതിനുശേഷം കുറച്ച് ഒരു ചെറിയൊരു ഭാഗം മൂവ് ചെയ്യുന്നുണ്ട് മുകളിലോട്ട്. ഇത്രയേ ഉള്ളൂ. ഭയങ്കര രീതിക്ക് സൈഡ് വൈസ് ആയിപ്പോയി കേട്ടോ. കുഴപ്പമില്ല. സീ യു നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ.